ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക്. സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫി. നമ്മൾ ചില സ്റ്റേറ്റ്സുകളെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു. നമ്മൾ കർണാടക പഠിച്ചു, തമിഴ്നാട് പഠിച്ചു, എനിക്കൊന്ന് ആന്ധ്രാപ്രദേശ് പഠിച്ചു അല്ലേ. സോ ഇനി അടുത്ത് നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് ഗോവ എന്ന് പറയുന്നത്. സോ നമുക്ക് ഗോവയിലേക്ക് പോകാം. ഗോവ ചെറിയൊരു സ്റ്റേറ്റാണ്. ഓക്കെ, അധികം കാര്യങ്ങളൊന്നുമില്ല ഗോവയിൽ. എന്താണ് ഗോവയുടെ പ്രത്യേകത? ഗോവയിൽ പോകണം എന്നാഗ്രഹമുള്ളവരായിരിക്കും ഇതിലെല്ലാവരും അല്ലേ. ഇപ്പോൾ ആരോടെങ്കിലും ചോദിക്കുവാണ് കർണാടകത്തിൽ പോകണോ, മഹാരാഷ്ട്രയിൽ പോകണോ, അത് ഗോവയിൽ പോകുന്നതാണോ ഇഷ്ടം? ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും ആളുകൾ നമ്മൾ പറയും നമുക്ക് അതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോവയിൽ പോകാനാണ് അല്ലേ. കാരണം പല റീസണുണ്ട്. ഗോവ എന്ന് പറയുന്നത് മനോഹരമായ ബീച്ചുകളുള്ള സ്ഥലമാണ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ഗോവ അറിയപ്പെടുന്ന ഒരു വിശേഷണമുണ്ട്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഗോവ ഈസ് നോൺ ആസ് പാരഡൈസ് ഓഫ് ടൂറിസ്റ്റുകളുടെ പാരഡൈസ്. എന്നാൽ പാരഡൈസ് ഓഫ് പെൻഷനേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അതും ചോദിച്ചിട്ടുണ്ട്. പെൻഷനേഴ്സ് പാരഡൈസ്, ഇത് ബാംഗ്ലൂറാണ്, മറന്നു പോകല്ല. ടൂറിസ്റ്റ് പാരഡൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോവയാണ് ടൂറിസ്റ്റുകളുടെ പാരഡൈസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത് ഇതിൽ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഗോവയിൽ ആകെ 2 ഡിസ്ട്രിക്റ്റുകളേ ഉള്ളൂ. 2 ഡിസ്ട്രിക്റ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് നോർത്ത് ഗോവയും ഒന്ന് സൗത്ത് ഗോവയും. മനസ്സിലായി? ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇത്തരത്തിലാണ് വന്നിരിക്കുന്നത്. ഗോവയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട്, ഹിസ്റ്ററി അല്ല, ഗോവയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഗോമന്തകം എന്താണ്? ഗോമന്തകം എന്ന പേരിലും ഗോവ, അതുപോലെ ഗൗബ എന്ന പേരിലും, പ്രാചീന കാലത്ത് അപരാന്ത എന്ന പേരിലും, APARANTHA അപരാന്ത എന്ന പേരിലും, അതുപോലെ ഗോപകപട്ടണം എന്ന പേരിലും. ഇതൊക്കെ പേരാണ്. ഗോപകപട്ടണം, GOPA, ഗോപകപട്ടണം, PATTANAM എന്ന പേരിലും അറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. സോ എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത് ഗോവ ഈസ് നോൺ ആസ്, ഓൾഡ് നെയിം ഓഫ് ഗോവ ഈസ് ഗോമന്തക, ഗൗബ, അപരാന്ത, ഗോപകപട്ടണ. ഇതൊക്കെ പഴയ പേരുകളാണ് ഗോവയുടെ. ഗോവയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ക്യാപിറ്റൽ ഓഫ് ഗോവ ഏതാണെന്ന് നമുക്കറിയാം. പനജിയാണ് ക്യാപിറ്റൽ ഓഫ് ഗോവ. പനാജിയാണ് ക്യാപിറ്റൽ ഓഫ് ഗോവ. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പ്രമോദ് സാവന്ത് ആണ്. മനോഹർ പരീക്കർ ആയിരുന്നു അദ്ദേഹം, നമുക്കറിയാം, മരിച്ചുപോയി. അതിനുശേഷം മനോഹർ പരീക്കറിന് ശേഷം ഗോവൻ ചീഫ് മിനിസ്റ്ററായ ആളാണ് പ്രമോദ് സാവന്ത് എന്ന് പറയുന്നത്. ഇനി ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ സത്യപാൽ മാലിക്കാണ്. സത്യപാൽ മാലിക് ഈസ് ദി ഗവർണർ ഓഫ് ഗോവ. ഗോവ ഫോം ചെയ്ത വർഷം, ഗോവ വാസ് ഫോംഡ് ആസ് എ സ്റ്റേറ്റ് ഇൻ 1987 മെയ് 30. അത് നമ്മൾ ഗോവൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കും. 1987 മെയ് 30 ഗോവയ്ക്ക് കംപ്ലീറ്റ് സ്റ്റേറ്റ് ഹുഡ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനു മുമ്പ് ഗോവ വാസ് എ യൂണിയൻ ടെറിട്ടറി. സോ ഗോവ ബിക്കം എ ഫുൾ ഫ്ലെഡ്ജ് സ്റ്റേറ്റ് ഓൺ ദിസ് പർട്ടിക്കുലർ ടൈം, 1987 മെയ് 30. ഇനി ഗോവ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത്, ഗോവയ്ക്ക് സ്വന്തമായിട്ടൊരു ഹൈക്കോർട്ടില്ല. ഗോവ ഹൈക്കോർട്ട് ഏത് സംസ്ഥാനത്തിൻ്റെ ജുഡിസിക്ഷനകത്താണ് വരുന്നതെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഗോവ ഹൈക്കോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ജുഡിസിക്ഷനകത്താണ് വരുന്നത്. മഹാരാഷ്ട്രയുടെ ജുഡിസിക്ഷനകത്താണ് എന്ത് വരുന്നത്? ഗോവ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. പിന്നെ സംസ്ഥാന വൃക്ഷമുണ്ട്, അത് കോക്കനട്ടാണ്, തെങ്ങാണ്. നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന വൃക്ഷം പോലെ അവിടുത്തെ സംസ്ഥാന വൃക്ഷം കോക്കനട്ടാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക ഫസ്റ്റ് പാർട്ടിൽ. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഗോവ ധാരാളം ആളുകൾ ഭരിച്ചിരുന്നു. ലൈക്ക് അശോക ചക്രവർത്തി ഭരിച്ചിരുന്നു, ഡൽഹി സുൽത്താനേറ്റ്, വിജയനഗര സാമ്രാജ്യം, ഇവരൊക്കെ ഭരിച്ചിരുന്ന സ്ഥലമാണ്. എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട ഗോവൻ ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞാൽ 1510 യൂസഫ് ആദിൽ ഷാ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് ഗോവ പോർച്ചുഗീസ് പിടിച്ചെടുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്. പോർച്ചുഗീസ് പിടിച്ചെടുത്ത വർഷം 1510. ഓക്കെ, പിന്നീട് നീണ്ട വളരെ പ്രധാനപ്പെട്ട ഏകദേശം 1510 മുതൽ 1961 വരെയുള്ള കാലഘട്ടം. എത്ര വർഷമുണ്ട്? 1600, 700, 800, 900 അല്ലേ? ഏകദേശം 500 വർഷത്തിന് മേളിൽ അവിടെ പോർച്ചുഗീസുകാരായിരുന്നു ഭരിച്ചിരുന്നത്. ഇനിയും 1961 ഗോവ വാസ് ലിബറേറ്റഡ് ത്രൂ ഓപ്പറേഷൻ വിജയ്. മറന്നു പോകല്ല, ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 1961 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഓപ്പറേഷൻ വിജയിലൂടെ പോർച്ചുഗീസുകാരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് നമ്മളിത് പിടിച്ചെടുത്തു. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പോർച്ചുഗീസ് ഭരണം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി പോർച്ചുഗീസുകാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ക്രൂരന്മാരായ ഭരണാധികാരികളാണ് പോർച്ചുഗീസുകാർ. ബ്രിട്ടീഷുകാരെ പോലെയല്ല, പറങ്കികളെന്ന് പറയും അല്ലേ? അവരാണല്ലോ ഈ കശുവണ്ടിയൊക്കെ കൊണ്ടുവന്നത് ഇന്ത്യയിലേക്ക്. അതുപോലെ ഓമയ്ക്കായ കൊണ്ടുവന്ന് അവരാണെന്ന് പറയപ്പെടുന്നുണ്ട് അല്ലേ, പറങ്കികൾ. അപ്പം അവർ വളരെ റിലീജിയസ് പെർസിക്യൂഷൻസ് നടത്തുന്നവരാണ്. അങ്ങനെയാണ് ഗോവയിൽ അവർ വന്നതും ഗോവയിലെ ഇൻഹാബിറ്റൻസ് ആയിരുന്ന കൊങ്കണി ബ്രാഹ്മിൺസിനെ അവിടുന്ന് ഓടിച്ചതും കൊങ്കണികൾ അവിടുന്ന് ഓടി മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ അഭയം തേടേണ്ടി വന്നു. ഒത്തിരി പേരെ കൊന്നു. വളരെയധികം പെർസിക്യൂഷൻസ് അവർ നടത്തി. സോ അത്തരത്തിൽ ബ്രിട്ടീഷുകാരെ പോലല്ല, വളരെ ക്രൂരന്മായ ആളുകളാണ് പോർച്ചുഗീസുകാർ. പൊതുവിൽ അവർ മനുഷ്യരുടെ ചെവി, ഉറുമി എന്ന് പറഞ്ഞ മൂവിയിൽ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, മനുഷ്യരുടെ ചെവി മുറിച്ച് പട്ടിയുടെ ചെവി തുന്നിച്ചേർക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. ഓക്കെ, സോ 1510 1961 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ വിജയിലൂടെയാണ് പിന്നെ അവരെ മാറ്റിയത്. ഇനി ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്ത സെക്കൻഡ് പോയിന്റിൽ 2 പേരുകൾ നമുക്ക് ഓർത്തിരിക്കണം. 2 മലയാളികളുടെ പേരുകളാണ്. ആരൊക്കെയാണത്? ഒന്നെന്ന് പറഞ്ഞാൽ ജനറൽ KP കണ്ടത്ത് എന്ന് പറഞ്ഞ ആൾ. കണ്ടത്ത്, KANDATH, ജനറൽ KP കണ്ടത്ത് എന്ന് പറഞ്ഞ ആളാണ്. ആരാണ് ജനറൽ KP കണ്ടത്ത്? ഹി വാസ് ദ ജനറൽ ഓഫ് ആർമി ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഗോവ ലിബറേഷൻ വാർ. ഗോവ ലിബറേഷൻ സമയത്തെ ആർമി ജനറലായിരുന്നു ജനറൽ KP കണ്ടത്ത്. അദ്ദേഹം മലയാളിയായിരുന്നു. അതുപോലെ ആ സമയത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് VK കൃഷ്ണമേനോനായിരുന്നു. ഈ 2 പേരുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് VK കൃഷ്ണമേനോനായിരുന്നു. ഓപ്പറേഷൻ വിജയയുടെ സമയത്തെ കാര്യമാണ് പറയുന്നത്. സോ 1961 എന്ത് ചെയ്തു? നമ്മൾ ഗോവ ലിബറേറ്റ് ചെയ്തതിന് ശേഷം അതൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു സെൻട്രൽ ഗവൺമെൻറ്. സോ ഗോവ വാസ് റെക്കഗ്നൈസ്ഡ് ആസ് യൂണിയൻ ടെറിട്ടറി ഡ്യൂറിങ് 1961. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു 1987 May 30 അതിനെന്ത് കൊടുക്കുന്നത്? സ്റ്റേറ്റ് ഹുഡ് കൊടുക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റേറ്റ് ഹുഡ് കൊടുക്കുന്ന വർഷം 1987 May 30. ഇത് രണ്ടും പഠിച്ചിരിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, അടുത്തത് ഗോവ ലിബറേഷൻ ഡേ എന്നാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഗോവ ലിബറേഷൻ ഡേ വാസ് കൊമമറേറ്റഡ് ഓൺ December 19. December 19 ഗോവ വിമോചന ദിവസം കൊണ്ടാടുന്നത്. ഇനി ഇതിൽ തന്നെ ഒരു 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലുള്ള പരീക്ഷ, ഹയർ ലെവൽ എക്സാം, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിൻഡോ റിവോൾട്ട് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്? പിൻഡോ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ഗോവയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഗോവയിലെ ഒരു കാലഘട്ടത്തിൽ, അതായത് 1787 ഈ റിവോൾട്ട് നടക്കുന്നത്. കുറച്ച് വൈദികന്മാർ ചേർന്നിട്ട് പോർച്ചുഗീസുകാർക്കെതിരെ കെൻഡോലിം എന്ന പ്രദേശത്ത്, കെൻഡോലിം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന കുറച്ച് ക്രിസ്തീയ വൈദികർ ഈ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ വാറാണ് എന്തെന്ന് പറയുന്നത് ഈ പിൻഡോ റിവോൾട്ട് എന്ന് പറയുന്നത്. പിൻഡോ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് വന്നവരാണ് അവർ. പിൻഡോ ഗ്രൂപ്പ് എന്ന് പറയും. പിൻഡോ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് നിന്ന് വന്നവരാണ്. അതുകൊണ്ടാണ് അതിന് പിൻഡോ റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി അടുത്ത തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.
തേർഡ് പോയിന്റിൽ. ഫൈൻ. അതിൽ എത്രാമത്തെ സ്റ്റേറ്റാണ് ഗോവ? ഗോവ ഈസ് ദി 25th സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പഠിക്കുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റും എത്രാമത്തെ സ്റ്റേറ്റ് ആണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ലാംഗ്വേജസ്? 2 പ്രധാനപ്പെട്ട ലാംഗ്വേജസ് ആണ് ഗോവയിലുള്ളത്. വൺ ഈസ് മറാത്തി ആൻഡ് അതർ ഈസ് കൊങ്കണി ലാംഗ്വേജ് അല്ലേ? പൈ ദോശ ഒക്കെ നമ്മുടെ സിനിമ കണ്ടാണ്. അതിലെ കൊങ്കൺസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഇത്. ഇനിയും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിൽ കീഴിലായിരുന്ന ഇന്ത്യയിലെ പ്രദേശം ഏത് സ്ഥലമാണ്? ഇറ്റ് ഈസ് ഗോവ. ഏറ്റവും കൂടുതൽ കാലം ലോങ്ങസ്റ്റ് സെർവിങ് പീരീഡാണ് ഫോറിൻ റൂൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഗോവയാണ്. കാരണം പോർച്ചുഗീസുകാർ 450 വർഷമാണ് ഗോവയിലുണ്ടായിരുന്നത് ഓൾമോസ്റ്റ്. സോ ഇതൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസാണ്. പിന്നെ അടുത്ത സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നു. കിഴക്കിൻ്റെ മുത്ത് എന്താണ്? ദ പേൾ ഓഫ് ഈസ്റ്റ് അല്ലേ? കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പേൾ ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. അതുപോലെ പാരഡൈസ് ഓഫ് ദ ഈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. പാരഡൈസ് ഓഫ് ഈസ്റ്റ്, കിഴക്കിൻ്റെ പറുദീസ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പാരഡൈസ് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നതും ഈ പ്രദേശമാണ്. ഇനി തേർഡ്, അപരാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഏത്? അത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അല്ലേ? ഗോവയുടെ ചില പേരുകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗോവ ഈസ് ഓൾസോ നോൺ ആസ് അപരാന്ത. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപരാന്ത എന്ന് ഗോവയെ വിളിച്ചത് ആരുടെ പുസ്തകത്തിലാണ്? ഏത് ചരിത്രകാരൻ്റെ, ഹിസ്റ്റോറിയൻ്റെ പുസ്തകത്തിലാണെന്ന് ചോദിച്ചാൽ ടോളമിയുടെ പുസ്തകത്തിലാണ്. ആരുടെയാണ്? ടോളമിയുടെ പുസ്തകത്തിലാണ് അപരാന്ത എന്ന പേര് വിളിച്ചത്. മനസ്സിലായി? അപരാന്ത എന്ന പരാമർശിക്കുന്നത് ടോളമിയാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഗോവ ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പോസ്റ്റ് ഓഫീസസ് ഇൻ എൻറ്റയർ വില്ലേജ്. ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പോസ്റ്റ് ഓഫീസ് ഇൻ എൻറ്റയർ വില്ലേജ്. എല്ലാ വില്ലേജിലും എല്ലാ ഗ്രാമത്തിലും പോസ്റ്റ് ഓഫീസിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഗോവ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇതൊക്കെ ഒത്തിരി എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. ആൻഡ് ഗോവ ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് ഇമെയിൽ ഫെസിലിറ്റീസ് ഇൻ ഗവൺമെൻറ് ഓഫീസേഴ്സ്. ഗവൺമെൻറ് ഓഫീസസിൽ മുഴുവൻ ഇമെയിൽ ഫെസിലിറ്റി ആദ്യമായിട്ട് യൂസ് ചെയ്ത സ്റ്റേറ്റ് ഗോവയാണ്. ആൻഡ് ഗോവ ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാവ് എ യൂണിഫോം സിവിൽ കോഡ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്. ആ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റാണ് ഗോവ എന്ന് പറയുന്നത്. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കും എന്താണ് യൂണിഫോം സിവിൽ കോഡ്. അവിടെ എല്ലാ റിലീജിയനും ഒരുപോലെ എന്ന നിലയിലാണ് യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡ് എപ്പോഴും ചോദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കും. മറന്നുപോലെ ആർട്ടിക്കിൾ 44 ആണ് യൂണിഫോം സിവിൽ കോഡിൻ്റെ ആർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആർട്ടിക്കിൾ 44 ആണ്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഫൈൻ. ഇനി അടുത്തത് ഓപ്പറേഷൻ വിജയെ പറ്റി പറഞ്ഞല്ലേ? ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. എല്ലാം പ്രീവിയസ് ആണ്. ലാൻഡ് ദാറ്റ് ഡസൻ ഫ്ലഡ് എന്നറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലാൻഡ് ദാറ്റ് ഡസൻ ഫ്ലഡ്, അതായത് ഒരിക്കലും മുങ്ങിപ്പോകില്ല എന്നർത്ഥത്തിൽ. ലാൻഡ് ദാറ്റ് ഡസൻ ഫ്ലഡ് എന്നറിയപ്പെടുന്ന പ്ലേസ്. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ലാൻഡ് ദാറ്റ് ഡസൻ ഫ്ലഡ്? പനാജി. ഓക്കെ, പനാജി എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ലാൻഡ് ദാറ്റ് ഡസൻ ഫ്ലഡ് എന്നാണ്. ഓക്കെ, ഇനിയും ഗോവ ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ ഏരിയ. ഓക്കെ, ആൻഡ് ഫോർത്ത് സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ പോപ്പുലേഷൻ. മറന്നുപോകല്ല, സ്മോളസ്റ്റ് സ്റ്റേറ്റ് ബൈ ഓർ ഇൻ ഏരിയ, ആൻഡ് ഏരിയയിൽ സ്മോളസ്റ്റ് ആണ്. അതുപോലെ തന്നെ ദ ഫോർത്ത് സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ പോപ്പുലേഷൻ വൈസ് ഫോർത്ത് സ്മോളസ്റ്റ് സ്റ്റേറ്റ് ബൈ പോപ്പുലേഷൻ ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഹൈക്കോർട്ട് ഓഫ് ഗോവ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് വന്നിട്ട് മുംബൈയിലാണ്.
മഹാരാഷ്ട്ര ആണ്. മഹാരാഷ്ട്രയിലെ മുംബൈ കോടതിയുടെ അണ്ടറിലാണ് ഗോവ വരുന്നത്, ജുഡിസിക്ഷൻ വരുന്നത്. ഇനിയും പോവോറിം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ പനാജി പഠിക്കുന്ന പോലെ പഠിക്കേണ്ട ഒരു സ്ഥലമാണ് പോവോറിം. പോവോറിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഗോവ. ഗോവയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ് എന്ത്, ഈ പറയുന്ന പോവോറിം എന്ന് പറയുന്നത്. POVORIM. പോവോറിം ഇസ് എ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഗോവ. ഇനി ഗോവയിൽ എപ്പോഴും നടക്കുന്നൊരു സംഭവമുണ്ട്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണത്. എന്താണത്? അതായത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അത് പെർമനൻറ്റ് വെന്യൂ ആണ് ഗോവ എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അതിന് ചുരുക്കത്തിൽ നമ്മൾ IFFI എന്ന് വിളിക്കും. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ചിത്രങ്ങൾ, ചലച്ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുക. കൊറിയൻ, ജാപ്പനീസ്, ബ്രിട്ടീഷ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ അല്ലേ? അതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഗോവ എന്ന് പറയുന്നത്. ഇനി റിവേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് റിവേഴ്സ് നോക്കാം. റിവേഴ്സിനെ പറ്റി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഇന്ത്യൻ റിവേഴ്സസ് പ്രത്യേകം പഠിക്കും. എനിവേ, റിവേഴ്സിൽ പ്രധാനപ്പെട്ട റിവർ എന്ന് പറഞ്ഞാൽ മാൻഡോവി റിവറാണ്. മാൻഡോവി, ഈ പേരുകൾ ഓർത്ത് പഠിക്കുക. മാൻഡോവി റിവറാണ് പ്രധാനപ്പെട്ട റിവർ. ഇറ്റ് ഈസ് നോൺ ആസ് ലൈഫ് ലൈൻ ഓഫ് ഗോവ. എന്താണ് ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്നറിയപ്പെടുന്ന റിവറാണ് മാൻഡോവി റിവർ എന്ന് പറയുന്നത്. അടുത്തത് ദൂദ് സാഗർ വാട്ടർഫാൾ. വളരെ പ്രശസ്തമായ ദൂദ് സാഗർ വാട്ടർഫാൾ. ഞാൻ പിക്ചേഴ്സ് കാണിക്കാം, ലാസ്റ്റിൽ കാണിക്കാം. ദൂദ് സാഗർ വാട്ടർഫാൾ. ദൂത് എന്ന് പറഞ്ഞാൽ തന്നെ പാല് പോലെ ഒഴുകുന്നു എന്നാണ് അല്ലേ? അപ്പോൾ ആ വാട്ടർഫാൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ദൂദ് സാഗർ വാട്ടർഫാൾ മാൻഡോവി റിവറിലാണ്. ഒത്തിരി എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഇത്. അടുത്ത സുവാരി റിവർ. അടുത്ത പ്രധാനപ്പെട്ട റിവറാണ് സുവാരി റിവർ. സുവാരി റിവർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഗോവയിലാണ്. അത് ഏത് നഗരത്തിൻ്റെ തീരത്താണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ നഗരത്തിൻ്റെ പേര് വാസ്കോഡ ഗാമ എന്നാണ്. അപ്പം വാസ്കോഡ ഗാമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോവയിലെ ഒരു വലിയ പ്ലേസാണ്, വലിയൊരു മെട്രോ സിറ്റി പോലെ, നമ്മുടെ കൊച്ചി പോലൊരു സ്ഥലമാണ് വാസ്കോഡ ഗാമ. അതിൻ്റെ തീരത്തോട് ഒഴുകുന്ന നദിയാണ് സുവാരി റിവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടെറക്കോൾ റിവർ. അടുത്ത വളരെ പ്രധാനപ്പെട്ട റിവറാണ് ടെറക്കോൾ. നമുക്ക് നോക്കാം. ടെർഹക്കോൾ, TERHEKL. എന്താണ് ടെർഹക്കോളിൻ്റെ പ്രത്യേകത? ഈ ടെർഹക്കോൾ റിവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിലാണ് എന്നുള്ളതാണ്. മഹാരാഷ്ട്ര ഗോവ ബോർഡറിലാണ് ഈ ടെറക്കോൾ റിവർ എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര ഗോവ ശരിക്കും അതിർത്തി റിവറാണ് ടെഹ്റക്കോൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, തെറ്റിപ്പോകാതെ നോക്കണം. ഇനി അടുത്ത വേറൊരു റിവറാണ് മഹാദായി റിവർ എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. മഹാദായി റിവർ. എന്താണ് ഈ മഹാദായി റിവറിൻ്റെ പ്രത്യേകത? മഹാദായി റിവർ എന്ന് പറയുന്നത് മഹാദായി എന്നാണ്, DAYI റിവർ ഈസ് എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ഗോവ ആൻഡ് കർണാടക. എന്താ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. തർക്കം നിൽക്കുന്നു എന്നാണ് അല്ലേ? ബിറ്റ്വീൻ മഹാദായി റിവർ ഈസ് എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ഗോവ ആൻഡ് കർണാടക. ഗോവയും കർണാടകയും തമ്മിലൊരു ബോൺ ഓഫ് കണ്ടൻഷനാണ് ഏതെന്ന് പറഞ്ഞാൽ മഹാദായി റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും റിവേഴ്സാണ് ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇവിടെ പ്രീവിയസ് ഇയർ ചോദിച്ചെന്ന് 3-4 ക്വസ്റ്റ്യൻസോടെ നമുക്കൊന്ന് നോക്കാം. പല എക്സാംസിന് ചോദിച്ചാണിത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി. ഇവിടെ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട, വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാപനമാണിത്. നമ്മുടെ ഓഷ്യൻ സ്റ്റഡീസൊക്കെ നടക്കുന്ന നാഷണൽ ലെവലിൽ നടക്കുന്ന സ്ഥലമാണ്. അത് ഗോവയിലാണ്. ഇനി ക്വസ്റ്റ്യൻ അടുത്തത് ഞാൻ മുമ്പേ പറഞ്ഞതിന് ഇവിടെ പ്രീവിയസ് കുഴപ്പമുണ്ട്. വാസ്കോഡ ഗാമ ഈസ് എ ലാർജസ്റ്റ് സിറ്റി ഇൻ ഗോവ ആൻഡ് ഇറ്റ് ഈസ് ഓൺ ദ ബാങ്ക് റിവർ സുവാരി. അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. സുവാരി റിവറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി എവിടെയാണ് ഗോവ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഗോവ ഏത് കോസ്റ്റാണ് ഇന്ത്യയിലെ?
ഗോവ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ കോസ്റ്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെസ്റ്റേൺ കോസ്റ്റിലാണ് ഗോവ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, ഇപ്പോൾ ഇന്ത്യ എടുക്കുവാണെങ്കിൽ അല്ലേ, ഈ കോസ്റ്റാണ് എന്ത്, വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റാണ് ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈസ്റ്റേൺ കോസ്റ്റ് നമ്മൾ അറിയപ്പെടുന്നത് പൂർവാചൽ എന്നാണ് അല്ലേ. ഇതിനറിയപ്പെടുന്നത് നമ്മൾ സഹ്യാദ്രി എന്നാണ് അറിയപ്പെടുന്നത്, സഹ്യാദ്രി. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് ആരംഭിക്കുന്നത് ഇങ്ങനെ വന്നിട്ട് മഹാരാഷ്ട്രയ്ക്കപ്പുറം ഗുജറാത്തിലെ തീരങ്ങളിൽ നിന്ന് വെസ്റ്റേൺ ഗട്ട്സ് ആരംഭിച്ചത് എവിടം വരെയുണ്ട്, കേരള അതിർത്തി തമിഴ്നാട് വരെയുണ്ട് വെസ്റ്റേൺ ഗട്ട്സ്. ഈ കോസ്റ്റാണ് വേറൊരു പേരുകളുണ്ട്, വെസ്റ്റേൺ കോസ്റ്റിന് വേറൊരു പേരുകളുണ്ട്, കൊങ്കൺ കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. എന്ത് കോസ്റ്റാണ്, കൊങ്കൺ കോസ്റ്റ്. ഒരു ട്രെയിനുണ്ട് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയാം. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ എവിടെ സഞ്ചരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ. അതുപോലെ ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. ഈസ്റ്റ് കോസ്റ്റ് ട്രാവൽ ചെയ്യുന്ന ഈസ്റ്റേൺ കോസ്റ്റിലുമായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഗോവ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കൊങ്കൺ റീജിയൻ ഓഫ് വെസ്റ്റേൺ കോസ്റ്റ് ഏരിയ ആണ്. ആൻഡ് കൊങ്കൺ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഒരു പാത്താണിത്. കൊങ്കൺ റെയിൽവേ ആരംഭിക്കുന്നത് കേരളം കഴിഞ്ഞ് കർണാടകത്തിലെ മംഗലാപുരം, ഇതാണ് മംഗലാപുരം, മാംഗ്ലൂരിൽ നിന്ന് ആരംഭിക്കുന്ന കൊങ്കൺ റെയിൽവേ 760 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് മഹാരാഷ്ട്രയ്ക്കടുത്ത് റോഹ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. മനസ്സിലായി, ഗോവയും പാസ് ചെയ്തു. അപ്പോൾ മെയിൻ ഏരിയ ആണ് ഇത്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. രണ്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പ്രധാനപ്പെട്ടതൊന്ന് മൂകാംബിക. നിങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടാവും. മുരുടേശ്വർ ശിവ ടെമ്പിളാണ്. അതുപോലെ മുസ്ലിം പിലിഗ്രിമിനൊക്കെ പോകുന്ന സ്ഥലമാണ് ഭട്കൽ എന്ന് പറഞ്ഞിട്ട്. ഭട്കൽ അത് ഈ ഭാഗത്താണ്. അതുപോലെ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ, ഉടുപ്പി ഈ ഭാഗത്താണ്. ഇതെല്ലാം ഈ ലൊക്കേഷനിലാണ്, അതായത് ഈ വെസ്റ്റ് കോസ്റ്റ് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഏറ്റവും വളരെ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ വളരെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിതുവഴി യാത്ര ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൽ യാത്ര ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ പിക്ക് പാസഞ്ചർ ട്രെയിൻ. ഒരു പാസഞ്ചർ ട്രെയിൻ പിക്ക് ചെയ്യുക. മംഗലാപുരത്തു നിന്ന് പാസഞ്ചർ ട്രെയിൻ പിക്ക് ചെയ്യുക ഗോവ വരെ. ഇറ്റ്സ് അമേസിങ് ജേർണി, അമേസിങ്. അതായത് ഓരോ സ്ഥലങ്ങളും നിർത്തി കാട്ടിനകത്തൊക്കെ നിർത്തി പോയി ഇറ്റ് വിൽ ടേക്ക് 6 hours അറൗണ്ട്. സോ യു ക്യാൻ സീ ദ കൊങ്കൺ കോസ്റ്റ്. വലിയൊരു മലനിരയാണ് കൊങ്കൺ എന്ന് പറഞ്ഞാൽ. അത് തുരന്ന് നമ്മുടെ ശ്രീധരൻ അല്ലേ, മെട്രോമാനാണ് ഈ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയത്. വലിയ മലകളാണ്. ആ മലകൾ തുരന്നിട്ട് എന്ത് ചെയ്തു, ഇതിനകത്തൂടെ വലിയ തുരങ്കങ്ങളുണ്ടാക്കി. അതുപോലെ വലിയ റിവേഴ്സാണുള്ളത് വിഭാഗങ്ങളിൽ. ആ റിവേഴ്സിനൊക്കെ കുറുകെ ഒരു എൻജിനീയറിങ് വിസ്മയമാണ്. എന്താണ് പറയുന്നത്, ഒരു മാർവലസ് എൻജിനീയറിങ് ആർക്കിടെക്റ്റാണ് ഈ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ വാസ്കോഡ ഗാമയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ട്രെയിൻ, ആ പിക്ചർ ഞാൻ കാണിക്കാം. ദൂത് സാഗർ റെയിൽവേ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നു, അതിനെ ക്രോസ് ചെയ്തിട്ട് ട്രെയിൻ പോകുന്നു. അതിമനോഹരമായ കാഴ്ച. ഈ സമയത്താണ് അവിടെ പോകേണ്ടത്, ഈ മൺസൂൺ ടൈമിലാണ് പോകേണ്ടത്. ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും നാട് വിട്ടൊന്നും പോകല്ല, പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കല്ല. പിന്നീട് എപ്പോഴേലും പോയാൽ മതി. ഇപ്പം തൽക്കാലം ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. യൂട്യൂബിൽ കയറിയിട്ട് ദൂത് സാഗർ വാട്ടർഫോൾ അടിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി അടുത്ത ഗോവയെ പറ്റി പറയാൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് പറയാൻ ഈ കാര്യങ്ങളെല്ലാം എഴുതിയിടുക. ഇതൊക്കെ വളരെ റയർ ഇൻഫർമേഷൻ, നല്ല ഇൻഫർമേഷനാണ്. ഗോവ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ലോഞ്ച് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ആദ്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. നോക്കൂ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. നമുക്ക് ഇവിടെ ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് കാർഡുണ്ട്. അത് അങ്ങനത്തെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ഗോവയിലാണ്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സലീം അലി ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സലീം അലി ബേർഡ് സാങ്ച്വറി. സോ സലീം അലി ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗോവയിലാണ്. പിന്നെ ഗോവയിലെ പ്രധാനപ്പെട്ട സീപോർട്ടാണ് മർമഗോവ. എന്താണ് മർമഗോവയുടെ ഒരു പ്രത്യേകത? അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയൺ ഓർ കയറ്റി അയക്കുന്ന സ്ഥലമാണ് ഇന്ത്യയിൽ നിന്നും. മനസ്സിലായോ? ലാർജസ്റ്റ് ഇമ്പോർട്ടിങ് ഓഫ് അയൺ, അല്ലെങ്കിൽ അയൺ ഓർ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന ഒരു സ്ഥലമാണ് ഈ മർമഗോവ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോവയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പം ചില നാഷണൽ പാർക്കുകളെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു 3-4 നാഷണൽ പാർക്കുകളുണ്ട്. അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. അതെപ്പോഴും സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് എക്കോളജി, എൻവയോൺമെൻറ്റ് പ്രത്യേകം എംഫസൈസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.
ഏതൊക്കെയാണ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, അതിൽ ആദ്യത്തേത് നേത്രാവതി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. നേത്രാവതി. ഈ നേത്രാവതി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ശരിക്കും നേത്രാവതി എന്ന് പറഞ്ഞൊരു പുഴയാണ്. അത് മംഗലാപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്, കർണാടകത്തിലാണ്. ഭയങ്കര ഒരു പുഴയാണ്. നിങ്ങൾ ട്രെയിനിൽ പോകണമെങ്കിൽ മലബാർ എക്സ്പ്രസ്സിലോ അല്ലെങ്കിൽ പിന്നെ മംഗലാപുരത്തേക്ക് പോകുന്ന പരശുറാമിലോ അതല്ലെങ്കിൽ മാവേലിയിലോ ഏതെങ്കിലും ട്രെയിനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മംഗലാപുരത്ത് എത്തുന്നതിന് മുമ്പ് കാസർഗോഡ് കഴിഞ്ഞ് പിന്നെ നീലേശ്വരമൊക്കെ കഴിഞ്ഞിട്ട് ഇത് മംഗലാപുരമാണെങ്കിൽ മംഗലാപുരം എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ നേത്രാവതി പുഴ. ഈ പുഴ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ നോക്കിയാൽ തന്നെ നമുക്ക് തല കറങ്ങും. കാരണം ഒരു എൻഡിൽ നിന്ന് അങ്ങേ എൻഡ് പോലും കാണാൻ പറ്റില്ല, അത്രയും വലിയ പുഴയാണ്. അതായത് വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ് വരുന്ന കണ്ടാൽ തന്നെ ഒരു ഭീതിദായകമാണ്. ആ പേരാണ് നേത്രാവതി എന്ന് പറയുന്ന ആ പേരാണ് ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നേത്രാവതി പുഴ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മംഗലാപുരമാണ്, അല്ലെങ്കിൽ കർണാടകത്തിലാണ്. നേത്രാവതി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗോവ, തെറ്റിപ്പോകല്ല. ഓക്കെ, അതുപോലെ കൊഹിഗാവോ വൈൽഡ് ലൈഫ് സാങ്ച്വറി രണ്ടാമത്തെ, COHIGAVO. പേര് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, എന്നാലും ഇതൊക്കെ പഠിച്ചു വെക്കുക. കാരണം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എപ്പോഴും ഒരു ഹോട്ട് സ്പോട്ടാണ്. ക്വസ്റ്റ്യൻസ് ഇടുന്നവർ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇടുന്നൊരു സ്ഥലമാണ്. പിന്നെ മൂന്നാമത്തത് തേർഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. വൈൽഡ് ലൈഫ് സാങ്ച്വറി നാഷണൽ പാർക്കെല്ലാം ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തത് നോക്കട്ടെ ഏതാണ്, ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക്. ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക്, മറന്നുപോകല്ല, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗോവയിലാണ്. അതുപോലെ മദേയി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പേരൊക്കെ പഠിച്ചോണം. മാദേയി, MADEYI, മാദേയി വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗോവയിലാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു ഡോക്ടർ സലീം അലി ഒർണിത്തോൾ ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, ഗോവയിലാണെന്ന് പറഞ്ഞു അല്ലേ. അടുത്തത് ഗോവയിൽ പണ്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നൊരു ഡൈനാസ്റ്റിയാണ് കദംബ എന്ന് പറഞ്ഞിട്ട്. കദംബ, ഈ കദംബ രാഷ്ട്രകൂട എന്നൊക്കെ പറഞ്ഞ പഴയ ഇന്ത്യയിൽ, ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചില പഴയ രാജവംശങ്ങളാണ്. അപ്പോൾ ഗോവ പണ്ട് ഭരിച്ചിരുന്ന കദംബ വംശമാണ്. ഈ കദംബ വംശത്തിൻ്റെ പേരിലാണ് ഗോവ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെടുന്നത്, മനസ്സിലായി? അപ്പം ദ സ്റ്റേറ്റ് ദാറ്റ് നെയിംഡ് ദെയർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ നെയിം ഓഫ് കദംബ ഡൈനസ്റ്റി എന്ന് ചോദിച്ചാൽ, കദംബ ഡിനസ്റ്റിയുടെ പേരിൽ അറിയപ്പെടുന്ന ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് ഗോവയെ പറ്റി ഉള്ളത്. ഇനിയൊരു പ്രീവിയസ് ഉണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതിൽ ഇല്ലാത്ത ചില ക്വസ്റ്റ്യൻസ് നമുക്കതിൽ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആണ് ഹയസ്റ്റ് GDP പെർ ക്യാപിറ്റ ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, പ്രതിശീർഷ വരുമാനം, ഒരാളുടെ വരുമാനം എടുക്കുന്നതാണ് ഗ്രോസ് അല്ലേ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗോവയാണ്. GDP ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഗോവ എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും രണ്ടാമത്തെ കാര്യം ഓർത്തിരിക്കുക, ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്കൈ ബസ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ട് സ്കൈ ബസ് ഓർ ടു ഇംപ്ലിമെൻറ്റ് സ്കൈ ബസ് ഗോവയാണ്. അതുപോലെ ദബോളിം വിമാനത്താവളം ലൊക്കേറ്റ് ചെയ്യുന്നത് ഗോവയിലാണ്. ദബോളിം എയർപോർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗോവ, ദബോളിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെ പറ്റി പറഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗോവയാണെങ്കിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് നോർത്ത് പറവൂറാണ്, കേരളത്തിലെ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് അതിൽ നടത്തിയ മണ്ഡലം നോർത്ത് പറവൂർ, കേരളയാണ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് റിവേഴ്സിനെ പറ്റി പറഞ്ഞു, നമ്മൾ വന്യജീവി സങ്കേതങ്ങളെ പറ്റി പറഞ്ഞു. ഇനി ഗോവയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2-3
ഇന്ത്യൻ ഓഷ്യനോഗ്രഫി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ പ്രധാനപ്പെട്ട നാഷണൽ ലെവലിൽ ഒരു 3 സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയാണ്. നമ്മൾ പഠിച്ചു. 2 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ്. നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള വാട്ടർ സ്പോർട്സ് അവിടെ ഗോവയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് സ്കൂട്ടേഴ്സ് തരും, നമുക്ക് എന്ത് വേണേലും തരും. നമുക്ക് സ്കൂബ ഡൈവിങ് ഉണ്ട്, മറ്റേ വാട്ടറിനകത്തോടെയുള്ള ധാരാളം സ്പോർട്സുകളുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാവുന്ന. അപ്പോൾ അതിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് ഗോവയിലാണ്. അതുപോലെ ഗോവയിലെ നേവൽ ഏവിയേഷൻ മ്യൂസിയം ഗോവയിലാണ്. നേവൽ ഏവിയേഷൻ മ്യൂസിയം ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗോവ. നിങ്ങൾക്കറിയാമല്ലോ, ഗോവ ഒരു നേവിയുടെ ഒരു കമാൻഡോടാണ്, നേവിയുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് കൂടാണ് ഗോവ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുണ്ട്. പിന്നെ പല എക്സാംസിനും ചോദിച്ചൊരു കാര്യമാണ് നാഷണൽ സെൻറ്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച്. ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നാഷണൽ സെൻറ്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച്. അന്റാർട്ടിക്കയിൽ നിന്നും കയറി ഉത്തരം എഴുതല്ലേ, അത് ഗോവയിലാണ്. അന്റാർട്ടിക്ക സെൻറ്ററിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തുന്ന നാഷണൽ സെൻറ്റർ ഗോവയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയും നമ്മളോർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു 4 ഫാക്റ്റുകളുണ്ട്. ആ കൺഫ്യൂസിങ് ഫാക്റ്റുകളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെരി കൺഫ്യൂസിങ് ഫാക്ട്സ്. സോ ഇപ്പോൾ നമ്മൾ പഠിച്ചത് സലീം അലി പക്ഷി സങ്കേത കേന്ദ്രം, സലീം അലി ബേർഡ് സാങ്ച്വറിയാണ്. എവിടെ? സലീം അലി അല്ലേ, ബേർഡ് സാങ്ച്വറിയാണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്, ഗോവയിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലേ, ബേർഡ് സാങ്ച്വറിയാണ്. ഇനിയും സലീം അലി നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തെറ്റിപ്പോകല്, അത് നാഷണൽ പാർക്കാണ്, അത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്, ജമ്മുവിലാണ്. ഓക്കെ, ഇനി അടുത്ത സലീം അലി ലേക്ക്, സലീം അലി തടാകം എവിടെയാണ്? സലീം അലി ലേക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഔറംഗാബാദാണ്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, ഔറംഗാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സലീം അലി, ഈ 4 ഇപ്പം തന്നെ നിങ്ങൾ കാണാൻ പഠിക്കുക. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പക്ഷിശാസ്ത്രത്തെ പറ്റിയുള്ള പഠനമാണ് ഓർണിത്തോളജി. ഓർണിത്തോസ് എന്ന് പറഞ്ഞാൽ ബേർഡാണ്. സോ സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ഇസ് ലൊക്കേറ്റഡ് അറ്റ് കോയമ്പത്തൂർ. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കോയമ്പത്തൂരാണ്, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് ഇരിക്കുക. ഫൈൻ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് ചോദിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഫെനി എന്ന് പറയും. ഫെനി എന്ന് പറഞ്ഞാൽ കശുവണ്ടിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം മദ്യമാണ്. അത് ഗോവയുടെ ദേശീയ മദ്യമാണ്. നമ്മളിവിടെ കള്ളൊക്കെ ഉണ്ടാക്കില്ലേ തെങ്ങിൽ, അതുപോലെ ഫെനി അത് അവർക്ക് അതിന് പാറ്റേണുണ്ട്, അതിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് അവർക്ക് അവിടെ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. സോ കശുവണ്ടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമാണ്, കാഷ്യൂവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമാണ് എന്തെന്ന് പറഞ്ഞാൽ ഫെനി എന്ന് പറയുന്നത്. അവർ ഔദ്യോഗിക പാനീയം കൂടെയാണ് എന്തെന്ന് പറയുന്നത്, ഫെനി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് ഇച്ചിരി ടഫായിട്ടുള്ള ചില പരീക്ഷകൾക്ക്, ഹയർ ലെവൽ പരീക്ഷകൾ, എസ്പെഷ്യലി ഡിഗ്രി ലെവലൊക്കെ ഉള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല, ഫസ്റ്റ് പ്രിൻറ്റിംഗ് പ്രസ്, പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല, ഫസ്റ്റ് പ്രിൻറ്റിംഗ് പ്രസ് അച്ചടിച്ചത് ഗോവയിലാണ്. അത് സ്റ്റാർട്ട് ചെയ്ത ഗോവയിലാണ്. അത് ഏത് വർഷമാണ്? 1556 സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിലായി? 1556. അപ്പം ഗോവയിലെ അതുപോലൊരു ക്വസ്റ്റ്യനാണ് നാവിക പരിശീലന കേന്ദ്രം, അതായത് നേവൽ, ഇതിൻ്റെ പേര് INS മണ്ടോവി എന്നാണ്. ഓക്കെ, ഇനി കുഞ്ഞാലി മരക്കാറിനെ വധിച്ചത്, ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ മൂവി ഇറങ്ങാൻ പോവാണ്, കൊറോണ ആയത് കാരണം അതിങ്ങനെ നീണ്ടു പോയതല്ലേ. കുഞ്ഞാലി മരക്കാർ 4ാമനെ വധിക്കുമായിരുന്നു. അത് വധിച്ചത് ഗോവയിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് പോർച്ചുഗീസുകാർ വധിച്ച സ്ഥലം ഗോവയാണ്. കുഞ്ഞാലി മരക്കാർ 4, കുഞ്ഞാലി 4നെ കൊന്ന സ്ഥലം ഗോവയാണ്. പിന്നെ അടുത്തത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതികാവശിഷ്ടം സംരക്ഷിക്കുന്ന ഗോവയിലെ ഒരു ക്രൈസ്തവ ദേവാലയമാണ്. അതിൻ്റെ പേര് വളരെ ഫേമസ് ആണ്. അതുതന്നെയല്ല, അത് പൈതൃക പട്ടികയിൽ ഇടം നേടി. 1986 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടി. ഗോവയിലെ ക്രിസ്ത്യൻ ചർച്ചാണ്.
ചർച്ചാണ് ബോം ജീസസ് ബെസിലിക്ക. ബോം ജീസസ് ബെസിലിക്ക. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വരും, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടത്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഗോവയിലാണ്. ക്വസ്റ്റ്യൻ ഉണ്ട് പ്രീവിയസ്. ലാർജസ്റ്റ് ചർച്ച് ഇൻ ഇന്ത്യ, ഏറ്റവും വലിയ പള്ളി ഗോവയിലാണ്. എൻ്റെ പേര് സേ കത്തീഡ്രൽ എന്നാണ്. സേ കത്തീഡ്രൽ എന്നാണ് ആ ചർച്ചിൻ്റെ പേര്. ഗോവയിലാണത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഗോവയെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ ഗോവയിൽ ഫെനിയെപ്പറ്റി പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. റീസെൻ്റായിട്ട് റീസെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. April 21, 2020 ഗോവ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ബിക്കം കോവിഡ് ഫ്രീ. നമുക്ക് ഗോവൻ കൾച്ചർ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഗോവ എന്ന് പറയുമ്പോൾ ബീച്ചിൽ പോവുക, കള്ളു കുടിക്കുക എന്നൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ ഇത്. പക്ഷേ സ്റ്റിൽ നോക്കൂ, ഇത്രയും ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺട്രി, ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല. സ്റ്റിൽ അവിടെ ഒരു ആൾ പോലും മദ്യപിച്ച് അലമ്പുണ്ടാക്കത്തില്ല. അതാണ്, കേരളം പോലല്ല. അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് മദ്യം സെർവ് ചെയ്യുന്നത്. വളരെ അച്ചടക്കത്തോടുകൂടി ആളുകൾ മദ്യം കഴിക്കും, അവരവരുടെ പണി നോക്കി പോകും. അവിടെ അങ്ങാണോ അലമ്പുണ്ടാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോവന്മാരെല്ലാം കൂടെ എടുത്തിട്ട് ഇടിച്ച് എന്ത് ചെയ്യും, ചവണയ്ക്ക് കയറ്റുമെന്ന് പറയും. കേട്ടിട്ടില്ല? ഇടിച്ച് പപ്പടമാക്കി അവരവിടെ ഇടും. അത് അങ്ങനെയല്ല, അവിടെ വെളിയിൽ നിന്ന് ഇവിടുന്ന് പോകുന്നവരും അവിടെ ഒരലമ്പം ഉണ്ടാക്കത്തില്ല. അവിടുത്തുകാരും ബേസിക്കലി വളരെ നല്ല ആളുകളാണ് ഗോവ നമുക്ക് നമ്മുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്റ്റേറ്റാണ് ഗോവയുടെ ഒരു ഏരിയ മൊത്തം വനമാണ്, ഒരു ഭാഗം മൊത്തം സമുദ്ര അതിർത്തിയുമാണ് ഗോവ എന്ന് പറയാം. സോ അങ്ങനെയാണ് ഗോവൻ കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സോ ഇതാണ് കൊങ്കൺ റെയിൽവേ, നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൻ്റെ താഴെ ഏറ്റവും അങ്ങേയറ്റമാണ് മംഗലാപുരം. ഞാനിവിടെ പോയിൻ്റ് ചെയ്യുന്നില്ല, പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം മംഗലാപുരത്തു നിന്ന് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ വെസ്റ്റേൺ ഗഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ബ്ലൂ ലൈനിൽ കൊടുത്തിരിക്കുന്നതാണ് വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത്. വളരെ ആ മാപ്പ് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മംഗലാപുരം, തുക്കൂർ, ഉടുപ്പി, കുന്താപുര. ഇവിടെ നിങ്ങൾ കുന്താപുര എന്ന് പറഞ്ഞ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ അല്ലേ? കുന്താപുര. ഇവിടാണ് മൂകാംബിക ടെമ്പിളിലേക്ക് പോകാൻ ഇറങ്ങുന്നത്, കുന്താപുര. പിന്നെ ഞാൻ പറഞ്ഞു മുസ്ലിം പിലിഗ്രിമിന് പ്രശസ്തമായ സ്ഥലമാണ് ഭട്കൽ. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളാണ്. പിന്നെ അങ്ങനെ അങ്ങോട്ട് കാർവാർ എന്ന് പറയുന്ന കർണാടകത്തിലെ വളരെ പ്രശസ്തമായ സ്ഥലമാണ് കാർവാർ എന്ന് പറയുന്നത്. കങ്കോണ, മഡഗോൺ. ഇപ്പോൾ ഇത് ഗോവയിലേക്ക് കയറി അങ്ങനെ അങ്ങ് പോവാണ്. കുടൽ, രാജ്പൂർ, രത്നഗിരി, റോഹ. ശരിക്കും പറഞ്ഞാൽ റോഹ മുംബൈ CST വരെ ഉണ്ടെങ്കിലും റോഹ വരെയാണ്, മംഗലാപുരം ടു റോഹയാണ് ഈ പറഞ്ഞ കൊങ്കൺ റെയിൽവേ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്ഥലത്ത് അറേബ്യൻ സീ ആണ്. സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കർണാടകയാണ്, ഇത് മഹാരാഷ്ട്രയാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഇത് പ്രധാനപ്പെട്ട ചർച്ചാണ് ഗോവയിലെയൊക്കെ പൈതൃകം, വളരെ ഹെറിറ്റേജ് ഇതിലുള്ള ചർച്ചസാണ് ഗോവയിൽ. അതുകൊണ്ടാണ് അത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളത്. കണ്ടോ, വളരെ പാരമ്പര്യം ഓതുന്ന വളരെ വിസ്മയകരമായ മാർവലസ് ആർക്കിടെക്റ്റാണ് ചർച്ചസിൻ്റേത്. അടുത്തത് ദിസ് ഈസ് ദൂദ്സാഗർ വാട്ടർഫാൾ. അമേസിങ് അല്ലേ? എന്താണ് നോക്കൂ. ട്രെയിൻ പോകുന്നത് കണ്ടോ? ഈ ട്രെയിനിൽ പോകുന്ന സമയത്ത്, അതും ഈ മൺസൂൺ ടൈമിലാണ് പോകേണ്ടത്. കറക്റ്റ് ഈ ദൂദ്സാഗറിനെ ക്രോസ് ചെയ്ത് വാസ്കോഡഗാമ എക്സ്പ്രസ് ആണ്. വാസ്കോഡഗാമയിലേക്ക് പോകുന്ന വഴിയാണിത്, പനാജിന്ന്. അത് വളരെ മനോഹരമായൊരു സീനാണ്. അതിമനോഹരം, നയനമനോഹരമാണ് ഇത്. ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് യു ഷുഡ് വിസിറ്റ് ഗോവ വയ ദിസ് റൂട്ട്. ഈ റൂട്ടിൽ കൂടെ പോകണം. ഓക്കെ, ഫൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഗോവയെ പറ്റിയുള്ളത്. സോ സ്റ്റേറ്റിൽ ഗോവ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.